Debate with Dr. Arun Kumar. സ്മാർട്ട് സിറ്റി യഥാർത്ഥത്തിലൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായി മാറുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾ ഭാവി കേരളത്തിന് ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് ടീകോമിന് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. എന്തുകൊണ്ടാണ് പിന്മാറ്റമെന്ന് സർക്കാർ വിശദീകരിക്കണം. സർക്കാർ നീക്കം അഴിമതിക്കും ഭൂമി കച്ചവടത്തിനുമാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. LDF സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നുവെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. തിരുവനന്തപുരത്തെ റിംഗ് റോഡ്, കൊച്ചി കോയമ്പത്തൂർ വ്യാവസായിക ഇടനാഴി, പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി, ദേശീയപാതയുമായി കൂട്ടിച്ചേർക്കപ്പെടുന്ന IT കോറിഡോർ, കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള സിൽവർ ലൈൻ, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാവി കേരളത്തിനായുള്ള ഈടുവെപ്പുകളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതി ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത്? ഒന്ന്, കാരണം പറയണം. രണ്ട്, ആരാണ് പെർഫോം ചെയ്യാത്തത്? എഗ്രിമെൻ്റാണ്. നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കണം. ഒരു എഗ്രിമെൻ്റാണ്, ഗവൺമെൻറ്റിന് ഷെയറുള്ള സ്റ്റേക്കുള്ള ഒരു എഗ്രിമെൻ്റാണ് അല്ലേ? അവിടെ ആരാണ് പെർഫോം ചെയ്യാത്തത്? ഗവൺമെൻറ്റാണോ അല്ലെ ടീകോമാണ്? ടീകോം കമ്പനി ആണെങ്കിൽ എന്തിനാണ് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? അപ്പോൾ എന്താണ് ഉദ്ദേശം അതറിയണ്ടേ? UDF വെറുതെ ഇരിക്കുമല്ലോ, കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും അസംബ്ലി വരാൻ പോവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വളരെ കൊണ്ടുവന്നാലും വളരെ ഇനീഷ്യേറ്റീവ്, വ്യക്തിപരമായി ഞാൻ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത്, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും UDF പറയുകയും ചെയ്യും. ഓക്കെ, നമുക്കൊപ്പം അതിഥിയായി CP ജോൺ ചേരുന്നുണ്ട്. CMP നേതാവും UDFിൻ്റെ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലത്ത് പ്ലാനിംഗ് ബോർഡ് അംഗവുമായിരുന്നു CP ജോൺ. ടീകോമിനെ കുറിച്ച്, ദുബായ് ഹോൾഡിങ്ങിനെ കുറിച്ച്, സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ച് സ്വപ്നം കണ്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും CP ജോൺ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും ചെയ്തിരുന്നു. CP ജോൺ ആണ് നമുക്കൊപ്പം. CP ജോൺ, വെരി ഗുഡ് ഈവനിങ്. രണ്ട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഈ 10 വർഷമായിട്ട് 2011 തുടങ്ങി 2021 പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി, 88 ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുക മാത്രമല്ലല്ലോ, 90,000 IT തൊഴിലവസരങ്ങൾ കൊടുക്കണം എന്നതായിരുന്നു ഫ്രെയിംവർക്ക് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വീഴ്ച വരുത്തിയത് ആരാണ് എന്നാണ് CP ജോൺ കണ്ടെത്തുന്നത്. നിലവിൽ അങ്ങേക്ക് ഈ ദുബായ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന ടീകോമിൻ്റെ മാതൃ കമ്പനി സംസ്ഥാന സർക്കാരിന് ഇവിടുത്തെ ഓപ്പറേഷൻസ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ആ വിവരങ്ങളില്ല. ഞാൻ ഇന്നൊരു ഇൻസൈഡർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻസ് ഇല്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും മറ്റുള്ള സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, 8 വർഷത്തിന് ശേഷം ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാതെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്കിനി വയ്യ ഇതിൻ്റെ പുറകെ നടക്കാൻ എന്ന മട്ടിൽ അവർ കേരളം വിട്ടു പോവുകയാണ്. നമുക്കറിയാം, പല രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ കരാറുകളുണ്ടായിരുന്നു. നമ്മുടെ വല്ലാർപാടം തന്നെ നമുക്കറിയാം ദുബായ് പോർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ വ്യവസായ മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുമൊക്കെ കേരളത്തിന് വളരെയധികം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് വർദ്ധിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ MSMEകളുടെ എണ്ണം നോക്കിയിട്ടാണ് പറയുന്നത്. MSME ഒട്ടും മോശമായിട്ടല്ല. ഒരു മെഗാ പ്രോജക്റ്റ് ഇങ്ങനെ കൺസീവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ചെറിയ പ്രോജക്റ്റുകൾ അകത്ത് തുടങ്ങാൻ കഴിയുന്ന ഒരു അംബ്രല്ല പ്രോജക്റ്റ്, അതാണല്ലോ സ്മാർട്ട് സിറ്റി. ആ സ്മാർട്ട് സിറ്റി നിർത്തിപ്പോകുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ ആരുടെ ഭാഗത്താണ് വീഴ്ച? വീഴ്ച വരുത്തിയവരാണല്ലോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. അപ്പോൾ വീഴ്ച വരുത്തിയത് ഈ കമ്പനിയാണെങ്കിൽ ആ കമ്പനി കേരള ഗവൺമെൻറ്റിനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. കാരണം നമുക്ക് അത്ര എഗ്രിമെൻറ്റ്, എല്ലാ എഗ്രിമെൻറ്റുകളിലും ഒരു സാധാരണ ഒരു ഫ്രൈറ്റ് വരുന്ന ഒരു കപ്പലിൽ ഒരു സാധനം കൊണ്ടുവരുന്ന, ഒരു ചരക്ക് കൊണ്ടുവരുന്ന എഗ്രിമെൻറ്റിൽ പോലും അതിൽ ആര് വീഴ്ച വരുത്തിയാൽ ആര് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊരു ക്ലോസ് ഉണ്ടായിരിക്കും. ആ ക്ലോസ് പ്രകാരം കേരള ഗവൺമെൻറ് നഷ്ടപരിഹാരത്തിന് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ വളരെ അതിൻ്റെ മീനിങ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കേരള ഗവൺമെൻറ് നഷ്ടം വരുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് കേരളത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും കോൺട്രാക്ടർമാർ ഇട്ടുപോയിട്ടുള്ള സന്ദർഭങ്ങളിൽ
അവരുടെ നഷ്ട ഉത്തരവാദിത്തം നമ്മൾ ചോദിക്കാറുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുക. ആ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തം കോൺട്രാക്ടർക്കാണ്. ഇതിനിപ്പോൾ ഇവിടെ വിചിത്രമായിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു, ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരാളെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 8 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വ്യാവസായിക മേഖലയിലെ ഇടപെടലിൻ്റെ ഏറ്റവും ദയനീയമായൊരവസ്ഥയാണ് ഈ വിട്ടുപോകലിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് എനിക്കൊരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് അങ്ങയുടെ കയ്യിലുണ്ടാകുമല്ലോ, അതിൽ സെക്ഷൻ 7.1.3 713 in the event of any GOK, Government of Kerala closing this smart city project, അങ്ങനെ കേരള സർക്കാരാണ് ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ to abandon the project and the development of smart city, in which case Government of Kerala shall acquire the entire shareholding of TCOM and its permitted affiliate in the SPV as consideration, which is the same amount as the sum paid to Government of Kerala. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ വെച്ച് പരിശോധിച്ച് ഇതുവരെ അവർ ഇവിടെ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തുക തിരിച്ചു കൊടുക്കണം എന്നാണ് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അപ്പോൾ ഈ പ്രോജക്റ്റ് സർക്കാർ ഉദ്ദേശിച്ച വേഗതയിൽ പോയില്ല. വേഗതയിൽ പോവാത്ത സാഹചര്യത്തിൽ സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതിനകം 6 ലക്ഷത്തോളം ചതുരശ്രയടി കെട്ടിടങ്ങൾ അവർ നിർമ്മിച്ചു, ചില അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സെക്ഷനിൽ പറയുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. CP ജോൺ. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോഴും ആരാണോ ഡിഫോൾട്ടർ ആവുന്നത് ആ ഡിഫോൾട്ടർ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. അപ്പോൾ സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ സർക്കാർ അതിൽ നിന്നുള്ള അവരുടെ ഷെയർ എടുക്കുകയോ അവരുടെ പ്രോജക്റ്റിൻ്റെ പൈസ കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയുന്ന ഏതൊരു കരാറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തില്ല? ഗവൺമെൻറ് ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കൃത്യമായ മെമ്മോറാണ്ടമോ ജനങ്ങളുടെ മുമ്പിൽ വെച്ചോ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കമ്പനി നമ്മളെ സഹായിക്കുന്നില്ല, അവർ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്ന് പറഞ്ഞ 1, 2, 3 ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തില്ല, അതുകൊണ്ട് നമുക്കിനി പരിപാടി വേണ്ട, ഏതായാലും അവരുടെ വന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളുടെ എല്ലാം സ്വത്ത് നമ്മൾ വിലക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും, അങ്ങനെയല്ല പറയേണ്ടത്, അത് നടപ്പാക്കാണ് വേണ്ടത്. ഒരു മെമ്മോറാണ്ടം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടോ? ഇതിൻ്റെ ഒരു ക്ലോഷർ മെമ്മോറാണ്ടം, ഇതെന്തുകൊണ്ട് ഞങ്ങൾ നിർത്തി, എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് ഒരു രേഖയും എൻ്റെ കയ്യിലില്ല. ഈ അഗ്രിമെൻ്റ് താങ്കൾ വായിച്ചത് ഞാൻ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ വിചിത്രമാണ്. കേരളത്തിൻ്റെ ഇതുപോലുള്ള ഇടപാടുകളുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ, അസംബ്ലിയിലാണെങ്കിലും പുറത്താണ്. ഈ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അവരെനിക്ക് തന്നൊരു ചെറിയ കുറിപ്പിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നു അതൊരു ഇൻറ്റേർണലി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പാണ്. ഒരുപക്ഷെ അത് പുറത്തു വരുമായിരിക്കും, അത് പുറത്ത് പ്രസിദ്ധീകരിക്കാനല്ല. അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വാദമായി അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് നൽകിയിരിക്കുന്നൊരു ഇൻഫർമേഷൻ പ്രകാരം ഇത് 11 വർഷം 2011 ഇതിൻ്റെ പാട്ടക്കരാർ 2 ഒപ്പിടുന്നത് TCOM സംസ്ഥാന സർക്കാരുമായിട്ട്. 7 ഫ്രെയിംവർക്ക് കരാർ ഒപ്പിടുന്നു. അതിനുശേഷം 13 വർഷമായിട്ട് TCOM ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, ആഗോള IT നിക്ഷേപം കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ TCOമിന് അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് TCOമിൻ്റെ വീഴ്ചയായി കണക്കാക്കാതെ തന്നെ പരസ്പരം സംയുക്തമായിട്ടൊരു ധാരണയിലെത്തി പിന്മാറുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് TCOM എത്രയാണോ കേരളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഇവാലുവേറ്ററെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ് എന്നാണ് സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത്. CP ജോൺ. ഇതിന് ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ TCOM എന്നുള്ള കമ്പനി ബാങ്ക്റപ്റ്റായി പോയി എന്നിരിക്കട്ടെ, നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ലല്ലോ. കാരണം അവരുടേതായ കാരണം കൊണ്ട് അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ പൊതുവിലൊരു കമ്പനി എന്ന നിലയ്ക്കോ അവരില്ലാതായോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അതുകൊണ്ടാണോ അവർ നിർത്തിയത് എങ്കിൽ അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൽ നമ്മൾ ആലോചിച്ചൊരു കാര്യമാണ് റിവേഴ്സ് ടെൻഡർ. അതായത് ഈ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് TCOM എന്ന കമ്പനി അല്ലാതെ മറ്റേതെങ്കിലും കമ്പനികൾ, ഇന്ത്യൻ കമ്പനിയാവട്ടെ വിദേശ കമ്പനിയാവട്ടെ, ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുണ്ടോ എന്നൊരന്വേഷണം
ഗവൺമെൻറ് ഓഫ് കേരള നടത്തിയോ? ടീകോമിന് വയ്യെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് അത്തരത്തിലുള്ളൊരു ടെൻഡറിലേക്ക് പിന്നീട് പോകാം, റിവേഴ്സ് ടെൻഡറിലേക്ക്. അത്തരത്തിലുള്ളൊരു പ്രോസസ്സിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനും പറയാനോ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമേ വേദിയിൽ കാണുന്നുള്ളൂ. അവരുടെ സർക്കാരിന്റെ വേർഷൻ ഒരു ചാനലിലും CPM ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തിൽ ഇന്ന് അതിഥികളെ കൊടുക്കുന്നില്ല എന്നതാണ് തീരുമാനം. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ തന്നെ സമീപിച്ചതാണ്. മന്ത്രി ആ ഘട്ടത്തിൽ ടെലിഫോണിൽ നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. എന്നാൽ സർക്കാരിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ അയച്ചു തന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. അതങ്ങ് എത്രമാത്രം ലോജിക്കലാണ്. ഇതിന് സർക്കാരിൻ്റെ വേർഷൻ കൂടി നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ്. കരാർ പ്രകാരമുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥകളായ IT വികസനമോ തൊഴിലവസരങ്ങളോ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാം കക്ഷിക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ അവകാശമുള്ളതായി, അതായത് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ അവകാശമുള്ളതായി കരാറിൽ പറയുന്നുണ്ട്. അതേസമയം ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടീകോം ചിലവാക്കിയ ലീസ് പ്രീമിയം തുക അന്ന് 2011 പാട്ടത്തുകയായിട്ട് സംസ്ഥാന സർക്കാരിന് കൊടുത്ത 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി നഷ്ടപരിഹാരം നൽകാവുന്നതാണ് എന്ന് കരാറിൻ്റെ 19-ാം പേജിൽ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. അതിൽ ABC എന്നിങ്ങനെ ക്ലോസുകളുണ്ട്, ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ലീസ് എഗ്രിമെൻ്റ് റദ്ദാക്കാൻ പോകുന്നു സംസ്ഥാന സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ലീസ് എഗ്രിമെൻ്റ് റദ്ദാക്കാൻ പോകുമ്പോൾ അതിലെ വ്യവസ്ഥ പ്രകാരം എത്രയാണോ ടീകോം ഇവിടെ നിക്ഷേപിച്ചത് ആ പണവും അതുകൂടാതെ നമുക്ക് പാട്ട കരാറിന് വേണ്ടി തന്ന 91 കോടി അതെന്തായാലും തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ, ആ 91 കോടിയും തിരിച്ചു കൊടുക്കണം. അതിനാണ് ഈ പറയുന്ന ഇവാലുവേറ്റർ തീരുമാനിച്ചത്. മറ്റൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സർക്കാരിൻ്റെ വാദം. അതെ, ആ വാദം അത് അവരുടെ വാദമാണെങ്കിൽ തന്നെ നമുക്ക് അതിനുവേണ്ടി സമയം ചെലവഴിക്കാം. പക്ഷെ എൻ്റെ പോയിൻ്റ് അതല്ല. നമുക്കിപ്പോൾ ഈ കരാറ് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയല്ലല്ലോ വേണ്ടത്. നമുക്ക് ഇതിനടിസ്ഥാനത്തിൽ കൊച്ചി ഡെവലപ്പ് ചെയ്ത് വരുന്നു, പലതരത്തിലുള്ള ഹബ്ബുകൾ ഉണ്ടാവുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെയും സഹായമില്ലെങ്കിൽ പോലും കൊച്ചി അതിൻ്റേതായ വലിയ നിലയിൽ ഒരു നഗരമെന്ന നിലയ്ക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. ഇത് ഏറ്റെടുത്ത് നടത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരു സെർച്ച് കമ്മിറ്റി വെച്ച് അന്വേഷിക്കണ്ടേ? ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിനെ പോലുള്ള ആളുകളുണ്ടല്ലോ, അതേപോലെ തന്നെ ഏജൻസികളുണ്ടല്ലോ. അല്ല, അതിനാ പറഞ്ഞത് ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു റിവേഴ്സ് ടെൻഡർ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അത് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കിയ കരാറനുസരിച്ചുള്ള കരാറെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തുന്നതിന് നിയമ തടസ്സമൊന്നുമില്ല. അല്ലെങ്കിൽ അതിന് നിയമത്തിൻ്റെ വഴികൾ നോക്കണം. അതിന് കോടതിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വേദികളിലോ നമ്മളൊന്ന് പോയി നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ കാണുന്നത്, എനിക്കതിൻ്റെ ഞാൻ ഒരു കാഴ്ചക്കാരനെന്ന് എനിക്ക് തോന്നുന്നത്, ഇത് പോണെങ്കിൽ പോട്ടെ, ഇതുകൊണ്ടൊരു കാര്യമില്ല. പിന്നെ നമ്മുടെ ഖജാനാവാണെങ്കിൽ പണം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ എടുത്തു കൊടുത്ത് നമുക്ക് ഇവരെയൊക്കെ പറഞ്ഞു വിട്ട് അവിടെ എന്തെങ്കിലും ചില കൃഷിയോ വ്യവസായ വകുപ്പ് കാണുന്നത്. ഗവൺമെന്റ് വേർഷൻ നോക്കൂ. തൊട്ടപ്പുറത്ത് ഇൻഫോ പാർക്കിൽ 70,000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. 9.2 ദശലക്ഷം ചതുരശ്ര അടി കെട്ടിടങ്ങൾ അവിടെയുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ ഇനി 5 വർഷമായിട്ട് ഒരു കെട്ടിടം പോലും നിർമ്മിക്കാനുള്ള സ്ഥലമില്ല. തൊട്ടു ചേർന്നാണെങ്കിൽ 246 ഏക്കർ കാട് പിടിച്ച് ഈ പറയുന്ന ടീകോമിൻ്റെ വലിയ പ്രവർത്തനമൊന്നുമില്ലാതെ ലുലുവിൻ്റെ ഒരു ടിൻ ടവർ വന്നു, കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടായി എന്നതിനും അപ്പുറം ഒന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ കെട്ടിടങ്ങൾ അവിടെ നിർമ്മിക്കാൻ, കൂടുതൽ വിദേശ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ്. അതിനെ എന്തിനാണ് പ്രതിപക്ഷം തടയുന്നതാണ് ചോദ്യം. നമ്മളാരും പോയി തടഞ്ഞതല്ലല്ലോ, ഒരാളെ കൊണ്ടുവന്നതല്ലേ. ആ കൊണ്ടുവന്നതിനെ കുറിച്ച് തന്നെ ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവമായ ചർച്ച നടക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ VSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അവൾ അന്നത്തെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഗൾഫിൽ പോകുന്നതും സംസാരിക്കുന്നതും ഒരു കാലത്തെ ഹോട്ട് ന്യൂസ് ആയിരുന്നല്ലോ. സ്മാർട്ട് സിറ്റി, സ്മാർട്ട് സിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ആൾ എന്തോ ഫ്രീ ഹോൾഡ് ആയിരുന്നു അന്നത്തെ ചർച്ച. കേട്ടില്ല. ഫ്രീ ഹോൾഡായിരുന്നു ചർച്ച, വലിയ തരത്തിൽ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തുക എന്ന വളരെ ഗൗരവമായൊരു കാര്യത്തിൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇൻസൈഡർ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും എനിക്കില്ല. പക്ഷെ ഇവിടെ ഇത് നടക്കുന്നില്ലെങ്കിൽ ഒരു വിരോധവുമില്ല എന്ന് ആദ്യം കരുതുന്നത് ഈ കമ്പനിയല്ല, ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എങ്ങനെയും പോയിക്കോട്ടെ, അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
അവർക്ക് ഇനി എന്തെങ്കിലും കാശ് കൊടുക്കാം. ഞാനത് ആരെയും കമ്മീഷൻ വാങ്ങിച്ചു എന്നും പറയുന്നില്ല. പക്ഷേ ഇത് കേരളത്തിൻ്റെ വികസന മോഡലിൻ്റെ, ഈ വ്യവസായ വികസന മോഡലിൻ്റെ ഒരു ചീത്ത എക്സാമ്പിളായിട്ട് തുടരും. അതുകൊണ്ട് ആർക്കും ഇവിടെ വരാം, വന്നിട്ട് അവർക്ക് പറ്റുന്ന മാതിരിയൊക്കെ നോക്കാം. അവർക്ക് പറ്റുന്ന മാതിരി ചെയ്ത് നടന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ കോമ്പൻസേഷനും മേടിച്ച് പോവാം. അപ്പോൾ കോമ്പൻസേഷൻ ഒരു ബിസിനസ്സായി ഫ്ലറിഷ് ചെയ്യുമോ എന്നുള്ള പേടിയാണ്. താങ്ക് യു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാൻ പാടില്ല. മറിച്ച് റിവേഴ്സ് ടെൻഡറോ അതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റിയോ വെച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇതിനകം ലീസിന്റെ പണം തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അവർ നിക്ഷേപിച്ച പണം നമുക്ക് കൊടുത്തില്ലെങ്കിൽ പോലും പാട്ടക്കരാറിന് വേണ്ടിയിട്ട് അവർ മുടക്കിയ പണം നിയമപരമായി തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ, ആ എഗ്രിമെന്റ് റദ്ദാവുമ്പോൾ. അതൊക്കെ അതിന്റെ അവസാന റൗണ്ട് അല്ലേ? നമുക്ക് ഈ കാര്യം നടക്കുകയാണല്ലോ വേണ്ടത്. ദുബായ് ഹോൾഡിംഗ്സിന് ശേഷിയില്ല എന്നുള്ളത് തെളിഞ്ഞു CCP ജോൺ. അഥവാ നടത്തിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനും ശേഷിയില്ല എന്ന് തെളിഞ്ഞു. രണ്ടും പരസ്പര പൂരകങ്ങളായി നിൽക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഉള്ള ഒരു സിറ്റുവേഷൻ അല്ല, കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് അറ്റ് ഹോം പോലുള്ള കൾച്ചർ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ IT കമ്പനികൾ ഒന്നും പ്രതിസന്ധിയിലല്ല. ഇന്ത്യൻ കമ്പനികളിൽ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് ലോകത്തെ തന്നെ അറിയപ്പെടുന്ന നാരായണമൂർത്തിയാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള നിരവധി കമ്പനികളാണെങ്കിലും അവരൊക്കെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തുകയോ അത്തരത്തിലുള്ള കൺസോർഷ്യം ഉണ്ടാക്കുകയോ ആ കൺസോർഷ്യത്തിൽ ഈ ടീകോമിനെ പെടുത്തുകയോ ഇങ്ങനെ ഒരുപാട് ഡെസ്ക് വർക്ക് ചെയ്യണ്ടേ? അപ്പോൾ ആ ഡെസ്ക് വർക്ക് ചെയ്യാതെ ഇവിടെ വന്ന ആളെ പറഞ്ഞു വിടുക, അവരിൽ നിന്ന് കാശ് അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക എന്ന ഒരു എളുപ്പ വഴി ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു CCP ജോൺ. ഇതാണ് കേരളം ഇനി ആലോചിക്കാൻ പോകുന്നതും. നേരത്തെ ദുബായ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കൊച്ചിയിലൊരു സ്മാർട്ട് സിറ്റി വരുന്നു. ദുബായ് ഹോൾഡിംഗ്സിൻ്റെ ടീകോം എന്ന കമ്പനിയാണ് എന്ന് കേൾക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് വിമർശനം ഉയർന്നിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന് VSന്റെ കാലത്ത് ഫ്രീ ഹോൾഡ് ഒഴിവാക്കി. അത് അവസാന ഘട്ടത്തിലെ നിബന്ധനയായി മാത്രം വെച്ച് എല്ലാ നിബന്ധനകളും പൂർത്തീകരിച്ചാൽ മാത്രം 12% മാത്രം ദുബായിക്ക് ഫ്രീ ഹോൾഡായി കിട്ടി. 88% പാട്ടക്കരാർ തുക നമ്മൾ ഈടാക്കി 10 വർഷത്തെ സ്വപ്നം കണ്ടു കൊടുത്ത വലിയ പദ്ധതിയാണ് ഇന്നിപ്പോൾ എങ്ങും എത്താതെ ടീകോം മടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവുന്നത്. 2 ചോദ്യങ്ങളാണ് ബാക്കി. അങ്ങനെയാണെങ്കിൽ കരാറിൽ തന്നെ പറയുന്നത് പ്രകാരം ടീകോമിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാൽ 3 മാസം മുമ്പ് കേരള സർക്കാർ നോട്ടീസ് കൊടുക്കാമായിരുന്നില്ലേ? ആ നോട്ടീസ് കൊടുത്തതിനു ശേഷം 6 മാസവും പ്രതികരണമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഇവാലുവേറ്ററെ നിശ്ചയിച്ച് ടീകോമിൻ്റെ ഷെയറുകൾ സ്വന്തമാക്കാമായിരുന്നില്ലേ? അതല്ലാതെ ഈ നഷ്ടപരിഹാരം കേരള സർക്കാർ കൊടുത്ത് ഈ കമ്പനിയെ യാത്രയക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആർ ഏറ്റെടുക്കും എന്ന് കൂടി ചോദിക്കുന്നു. ആ കത്ത് ഇനിയും പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊരു കത്തുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. തങ്ങൾ പിന്മാറുന്നു എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുബായ് ഹോൾഡിംഗ്സ് കേരള സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പോലും ഈ നിമിഷം വരെയും നമുക്ക് വ്യക്തമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് ആവാതെ പോയതിൻ്റെ കാരണം. ഇതിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. CPM ഔദ്യോഗിക പ്രതിനിധികളെ ഈ ചർച്ചയ്ക്ക് ഇന്നത്തെ ദിവസം വിട്ടു നൽകില്ല എന്ന് അറിയിച്ചിരുന്നത് കൊണ്ടാണ് CP ജോണിനോടൊപ്പം ഈ വിഷയത്തിൽ സംവദിക്കാൻ മറ്റൊരു CPM അതിഥി ഇല്ലാതെ പോയത്. Debate with Dr. Arun Kumar.